SSLC കുട്ടികളുടെ ടാൻജന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നുമില്ല, നിങ്ങൾക്കറിയാം നമ്മൾ സർക്കിൾ ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. സർക്കിളിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെന്റർ. ഓക്കെ, നമ്മൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് വരക്കുന്ന ആ ഒരു കോമ്പസ് നമ്മൾ പ്രസ് ചെയ്യുന്നില്ല, അതാണ് സെന്റർ. ഇനി സെന്റർ ടു സർക്കിളിലേക്ക് നമ്മൾ വരക്കുന്ന ലൈനാണ് റേഡിയസ്. അതേപോലെ നമ്മൾ ആ സെന്ററിലൂടെ സർക്കിളിലേക്ക് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയമീറ്റർ. ഓക്കെ, അതുപോലെ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡ്. ഓക്കെ, നമ്മളോട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലോങ്സ്റ്റ് കോഡ് ഏതാണെന്ന്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഇറ്റ്സ് ഡയമീറ്റർ. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടാൻജന്റ് എന്താണെന്നുള്ളതിലേക്കാണ് പറയാൻ പോകുന്നത്. സോ ടാൻജന്റ് എന്ന് വെച്ചാൽ അതിന് മുമ്പ് നമുക്ക് സർക്കിളിൽ ഒരു പോയിന്റ് ഇടണം. ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. മറ്റൊരു കാര്യം, ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ ഒരു ടാൻജന്റ് മാത്രമേ നമുക്ക് വരക്കാൻ സാധിക്കൂ. പക്ഷേ ഒരു സർക്കിളിൽ വി ക്യാൻ ഡ്രോ ഇൻഫിനിറ്റ്ലി മെനി ടാൻജന്റ്. ഇത് കണ്ടോ, നമുക്കൊരു സർക്കിളിൽ കുറേ പോയിന്റ്സ് ഇടാലോ. ആ പോയിന്റിലൂടെ നമുക്ക് എത്ര വേണമെങ്കിലും ടാൻജന്റ്സ് വരക്കാം. ഒരു സർക്കിളിൽ വി ക്യാൻ ഡ്രോ ഇൻഫിനിറ്റ്ലി മെനി ടാൻജന്റ്സ്, ബട്ട് ഒരു പോയിന്റിൽ കൂടെ ഒരു ടാൻജന്റ് മാത്രമേ വരക്കാൻ കഴിയൂ. ഇപ്പൊ ഇതല്ലേ ഈ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതിൽ കൂടെ ഞാൻ വേറൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് മേ ബി സർക്കിളിന്റെ ഉള്ളിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില് നമ്മൾ ഒരു ടാൻജന്റ് മാത്രം വരക്കാം, പക്ഷേ സർക്കിളിൽ വി ക്യാൻ ഡ്രോ ഇൻഫിനിറ്റ്ലി മെനി ടാൻജന്റ്സ്. അടുത്തൊരു തിയറമാണ് ഈ കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെന്റർ ടു സർക്കിളിലേക്ക് വരക്കുന്ന ലൈനാണ് ഈ റേഡിയസ്. റേഡിയസ് നമ്മുടെ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഓൾവേസ് 90 ഡിഗ്രി ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ റേഡിയസ് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്. റേഡിയസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ സർക്കിളിന്റെ പുറത്ത് എക്സ്റ്റേണലി ഒരു പോയിന്റ് പി എന്നൊരു പോയിന്റില് കൂടെ നമ്മൾ അതിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റ്സ് വരച്ചു. അപ്പൊ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇവിടുത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എ ആൻഡ് ബി ആണ്. ആ എ ആൻഡ് ബിയിലേക്ക് വരക്കുന്ന ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് എ പി ഇസ് ഈക്വൽ ടു ബി പി. അതായത് ഇപ്പോൾ എ പി 5 സെന്റിമീറ്റർ ആണെങ്കിൽ ബി പിയും എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനിയും ടാൻജന്റിന്റെ ബേസിക് കാര്യങ്ങൾ ആംഗിൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.